എന്തോ എനിക്കറിയില്ല, ഇത് നിയമം കാര്യങ്ങൾ ആ രീതിയിൽ അങ്ങ് പോട്ടെ. ഞാനൊരിക്കലും തൃപ്തനല്ല ആ ഒരു കാര്യത്തില്. ബാക്കി കാര്യങ്ങൾ നിയമവശം നോക്കിയിട്ട് പറയാം. ഞാനിപ്പോ അറിഞ്ഞേ ഉള്ളൂ പെട്ടെന്ന്. ചിലപ്പോ ഒരു ഉപാധി കൊടുക്കണമെന്ന് പറയുമ്പോഴെന്താ അവർക്കൊരു വേറൊരു ജില്ലയിൽ പ്രവേശിക്കില്ലെന്ന് പറയോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പോകില്ലെന്ന് പറയോ, നാട് വിട്ട് പോകില്ലെന്ന് പറയോ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉപാധി. ഒന്നും വേണ്ടല്ലോ, വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഫോൺ ഉപയോഗിക്കാം, അവർ ജില്ലയുടെ ആ ബൗണ്ടറി വരെ പോവാം, സ്റ്റേറ്റിന്റെ ബൗണ്ടറി വരെ പോവാം, അവർക്ക് എന്ത് വേണോ ചെയ്യാം. അതൊന്നും ഒരു ഉപാധിയായിട്ട് കണക്കാക്കുന്നത് എനിക്ക് തോന്നാൻ പറ്റുന്നില്ല അതൊരു ഉപാധിയാണെന്ന്. നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ 19 പ്രതികൾക്ക്, അതായത് കുട്ടി സഖാക്കന്മാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതെങ്കിൽ പോലും കേസ് അന്വേഷണത്തിന്റെ തുടർ നടപടികൾക്ക് ഇവർ സ്വാധീനം നൽകിയേക്കാമെന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ DNA ന്യൂസിനോട് പ്രതികരിക്കുന്നു. ജാമ്യം കിട്ടിയത് നമുക്ക് ഒരിക്കലും അത് സന്തോഷമുള്ള ഒരു കാര്യമല്ലല്ലോ. വളരെ നിരാശയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അവർക്ക് ജാമ്യം കിട്ടും കാര്യം എന്നുള്ളത്. കേസ് അന്വേഷണം കഴിയുന്നവരെ ജാമ്യം കൊടുക്കരുത് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഒരു ഹർജി വരെ കൊടുത്തിരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട കോടതി തീരുമാനം നമുക്കറിയാൻ പറ്റില്ലല്ലോ. ശരിക്കും വളരെ നിരാശമാണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത്. ബാക്കിയുള്ള എന്താ പറയണ, ബാക്കിയൊക്കെ റാഗിങ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു പ്രചോദനം ആവും പോലെ ആയി പോയില്ലേ ഇതൊക്കെ കോളേജിലൊക്കെ. ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേണ്ട രീതിയിൽ ശരിക്കും കൊടുക്കേണ്ട, സമൂഹത്തിന് പാഠം കൊടുക്കേണ്ട രീതി ആയിരുന്നില്ലേ. ജാമ്യം കൊടുക്കാതെ കിടന്നു കഴിഞ്ഞാല് ശിക്ഷ എന്നുള്ള രീതിയിലല്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവര് ബാക്കിയുള്ളവരിങ്ങനെ ഒരു പാഠം പഠിക്കും. പക്ഷെ എന്തോ എനിക്കറിയില്ല, ഇത് നിയമം കാര്യങ്ങൾ ആ രീതിയിൽ അങ്ങ് പോട്ടെ. ഞാനൊരിക്കലും തൃപ്തനല്ല ആ ഒരു കാര്യത്തില്. ബാക്കി കാര്യങ്ങൾ നിയമവശം നോക്കിയിട്ട് പറയാം. ഞാനിപ്പോ അറിഞ്ഞേ ഉള്ളൂ പെട്ടെന്ന്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നതെങ്കിലും ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെയോ മറ്റോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കാര്യമില്ല. കാര്യം ജയിലിനകത്ത് കിടക്കുമ്പോഴേ നമുക്ക് ജയിലിനകത്ത് ഒരു ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് നിയമം. ഉപയോഗിക്കോ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല, അത് വേറെ കാര്യം. ജയിലിനകത്ത് കിടക്കുമ്പോഴേ അത് ഒരു ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോ ഒരു ഉപാധി കൊടുക്കണമെന്ന് പറയുമ്പോഴെന്താ അവർക്കൊരു വേറൊരു ജില്ലയിൽ പ്രവേശിക്കില്ലെന്ന് പറയോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പോകില്ലെന്ന് പറയോ, നാട് വിട്ട് പോകില്ലെന്ന് പറയോ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉപാധി. ഒന്നും വേണ്ടല്ലോ, വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഫോൺ ഉപയോഗിക്കാം, അവർ ജില്ലയുടെ ആ ബൗണ്ടറി വരെ പോവാം, സ്റ്റേറ്റിന്റെ ബൗണ്ടറി വരെ പോവാം, അവർക്ക് എന്ത് വേണോ ചെയ്യാം. അതൊന്നും ഒരു ഉപാധിയായിട്ട് കണക്കാക്കുന്നത് എനിക്ക് തോന്നാൻ പറ്റുന്നില്ല അതൊരു ഉപാധിയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഒരു നിയമം. ഓക്കെ, നിയമത്തിൽ എനിക്ക് അതിനെ കൂടുതൽ അറിയില്ല. അതൊരു ഉപാധിയായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. അകത്ത് കിടക്കുന്നതും പുറത്തിറങ്ങി നടക്കുന്നതും ആയിട്ടൊന്ന് വളരെ എൻ്റെയർ ഡിഫറൻസ്, വലിയ വ്യത്യാസമുണ്ട് അതിന് ശരിക്കും. അത് ഉപാധി അതൊക്കെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ ഇതില് ശരിക്കും പറഞ്ഞാൽ വളരെ നിരാശമാണ് നമ്മൾ, ഞാനും എന്റെ കുടുംബവും. എന്തോ പിന്നെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാനും എന്റെ വഴിക്ക് അതിന്റേതായ രീതിയിൽ ഞാനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയല്ലേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാല് ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് നശിച്ച് നാറാണക്കല്ലെടുത്ത് കൈ കൊടുത്തൊരു കേസാണ് CBIക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ നശിപ്പിച്ചിട്ടാണ് കൊടുത്തത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ തെളിവുകൾ നശിച്ചു കാണും. കിട്ടേണ്ട തെളിവിന് സമയമെടുക്കും. ആ രീതിയിൽ മാക്സിമം ഏതൊക്കെ രീതിയിൽ നശിപ്പിച്ചെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നശിപ്പിച്ചെടുത്തത് ഈ കേസ്. എന്നിട്ട് തന്നെയാണ് CBI കൊടുത്തത്. CBIയുടെ അന്വേഷണത്തിൽ താങ്കൾ തൃപ്തരാണോ? താങ്കളുടെ മൊഴിയൊക്കെ എടുത്തിരുന്നല്ലോ. CBI അന്വേഷണത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, CBI അന്വേഷണത്തിൽ ഇതുവരെയ്ക്ക് പോകുന്നതിൽ കുഴപ്പമില്ല, തൃപ്തമാണ്. CBIക്ക് കിട്ടുന്നത് വരെ ഉള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്, CBIക്ക് കിട്ടുന്നത് എങ്ങനെ കൊടുത്തെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. CBIക്ക് വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം അറിയാലോ. 3 വരെ സസ്പെൻഡ് ചെയ്തിട്ട് CBI അന്വേഷണം വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 3 വരെ സസ്പെൻഡ് ചെയ്ത്, വൈകിപ്പിച്ചുകൊണ്ട് 3 വരെ സസ്പെൻഡ് ചെയ്തു. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ആ സസ്പെൻഡ് ചെയ്തവരെ വൈകിപ്പിച്ചത് കൊണ്ട്, അവർക്ക് വേണ്ടി ആ ഉപകാരം ചെയ്തുകൊണ്ട് സസ്പെൻഡ് ചെയ്ത ഒരാളിന് ഇപ്പൊ അവര് മറ്റേ പ്രൊമോഷനോട്, തുറമുഖ വകുപ്പിൽ അടുത്ത പ്രൊമോഷനോട് ജോലി കൊടുത്തേക്കുക കേരള ഗവൺമെന്റ്. അപ്പൊ അത് വെച്ച് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ട് വൈകിപ്പിച്ചു, ആര് വൈകിപ്പിച്ചെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, വൈകിപ്പിച്ചത് അവരാണ്. അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും കൂടുതൽ അവർക്ക് പറയേണ്ട കാര്യമില്ല. ഈ പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാവോ ആ രീതിയിലെല്ലാം നശിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് ഈ കേസ് CBIയുടെ കയ്യിൽ കിട്ടിയത്. അതെ. അപ്പൊ CBIക്ക് അതിന് A-Z തുടങ്ങേണ്ടി വരും മിക്കവാറും. അപ്പൊ താങ്കളാണ് ഇതിൽ സമാനതകളില്ലാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് വന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ എന്നുള്ള നിലയിൽ അപ്പോൾ ഈ പ്രതികളുടെ ഒരു കണ്ണിലെ കരടും താങ്കൾ തന്നെയാണ്. അങ്ങനെ പ്രതികളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭീഷണിയോ അല്ലെങ്കിൽ താങ്കളെ അപായപ്പെടുത്തുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പറയാനില്ല. ഞാൻ അവർക്ക് മാത്രമല്ല ചെയ്യുന്നത്, ഇപ്പം
ഈ പറയുമ്പോൾ ഈ കേസ് ഏറ്റവും കൂടുതൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിന്നത് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ആണ്. ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രി തന്നെയാണ് ആദ്യം കേസ് അട്ടിമറിക്കാൻ വേണ്ടി നിന്നത്. ആഭ്യന്തര മന്ത്രി തന്നെയാണ് അട്ടിമറിക്കാൻ നിന്നത്. അതുകൊണ്ട് ഞാൻ കണ്ണിലെ കരടെന്ന് പറയുമ്പോൾ പ്രതികൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അങ്ങ് അറ്റത്തുള്ളവന്മാർ വരെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിൽ മറ്റേ സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ വീട്ടിൽ നീ ഇത്രയും ലേറ്റാക്കി വെച്ചല്ലോ, ഈ CBI അന്വേഷണം ലേറ്റായി വെച്ചല്ലോ, നിനക്ക് ഞാൻ ഉപകാരം തരാം എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷനോട് കൂടി അവിടെ ജോലി കൊടുത്തു. അതുകൊണ്ട് ഭീഷണിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ എനിക്ക് ഇതിൽ കൂടെ പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ തുറന്ന് പറയാം.